വാർത്തകൾ തുടരുകയാണ്. കേരള തീരത്ത് തീപിടിച്ച വാൻഹായ് ചരക്ക് കപ്പലിലെ തീയും പൊട്ടിത്തെറിയും തുടരുകയാണ്. കോസ്റ്റ് ഗാർഡും നേവിയും തീയണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കപ്പലിൽ നിന്നും കടലിന്റെ അടിത്തട്ടിലേക്ക് എണ്ണ ചോരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. രാവിലത്തെ ഒരു ഏരിയൽ സർവേ കിട്ടിക്കഴിഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡ് റിപ്പോർട്ട് ചെയ്തേക്കുന്ന അവിടെ ഫയറും എക്സ്പ്ലോഷനും കണ്ടിന്യൂ. ഷിപ്പ് ഇപ്പോൾ ഒരു 15 ഡിഗ്രിയോ ടിൽറ്റ് ആയിട്ടുണ്ട്. കപ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് എണ്ണ ചോരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിന് ശബ്ദമില്ലാത്ത ഒരു ദൃശ്യമാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സംഗീതത്തോടു കൂടി അത് കേൾപ്പിച്ചത്. ഡി ബിനോയ് വിവരങ്ങൾ നൽകുന്നു. എന്തായി ഇപ്പോഴത്തെ അവസ്ഥ? MS വീണ്ടും കപ്പൽ ചരിയുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒപ്പം അതിൻ്റെ ഇന്ധന ടാങ്കുകളിൽ നേരിയ തോതിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കാരണം കപ്പലിൻ്റെ മധ്യഭാഗത്ത് അടിത്തട്ടിലായിട്ടാണ് സ്ഫോടനം ഉണ്ടായത്. അതിന് സമീപത്തുള്ള ടാങ്കുകളിലാണ് ഇത്രയധികം പ്രശ്നമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിൽ ചോർച്ച സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. എന്തായാലും ഏകദേശം കണ്ടെയ്നറുകൾ നല്ലൊരു ശതമാനവും അത് വെള്ളത്തിലേക്ക് തെറിച്ചു വീഴുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. നേരത്തെ രാവിലെ ഉണ്ടായിരുന്നതിലും വലിയ കാര്യങ്ങൾ വഷളാകുന്നു എന്നുള്ളതാണ് നമുക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്നും ഒപ്പം നേവിയിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും രാവിലെ ഇത്രയധികം തീ ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ വ്യാപിച്ചിരിക്കുന്നു. ഒപ്പം ഈ കപ്പൽ നേരത്തെ രാവിലെ 15 ഡിഗ്രിയാണ് ചരിഞ്ഞിരുന്നതെങ്കിൽ വീണ്ടും ചരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമയം കപ്പൽ പാടെ ചരിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയാണെങ്കിൽ സംഭവം ഗുരുതരമാകും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് തന്നെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഉദ്യോഗസ്ഥർ പറയുന്നതും. കാരണം ഈ ചിതറി വീഴുന്ന കണ്ടെയ്നറുകൾക്കുള്ളിൽ തന്നെ രാസപദാർത്ഥങ്ങൾ അടങ്ങിയവയുണ്ട്. ആ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകളിൽ വലിയ തരത്തിൽ അപകട സാധ്യത ഉള്ളവയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് തീ അണച്ച് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ളൊരു നീക്കം നടക്കുകയാണ്. കപ്പലിൻ്റെ മുൻഭാഗത്തുണ്ടായിരുന്ന തീ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം കപ്പലിനുള്ളിലാണ് ഇപ്പോൾ പൊട്ടിത്തെറിയും ഒപ്പം ഈ തീയും ഒക്കെ പടർന്നുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ ആ പ്രദേശത്ത്, അതായത് ഈ കപ്പൽ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് അന്തരീക്ഷത്തിൽ വലിയ തരത്തിലുള്ള പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല ഈ പുകപടലങ്ങൾ കാഴ്ച മറയ്ക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഇത്തരത്തിൽ തീയണക്കലുമായി മുന്നോട്ട് പോകുന്ന കാര്യം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം രാത്രിയിൽ അത്ര ഒരു ശ്രമകരമായ ജോലി ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. എന്നാൽ തന്നെയും ഈ കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ച അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കുന്നതിന് വേണ്ടി ഒരു കവചം തീർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ലക്ഷ്യമിടുന്നുണ്ട്. അതിനുവേണ്ടി അവരുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പടരാതിരിക്കുന്നതിനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്താൻ ആലോചിക്കുന്നത്. കാരണം ഇനി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ചോർച്ച വലുതാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും തീ അണയ്ക്കുന്നതിനുള്ള പ്രക്രിയ തുടർന്ന് കൊണ്ടേയിരിക്കുന്നു. അതേസമയം തീരപ്രദേശത്ത് ഉള്ള ആളുകൾക്ക് ചില നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം കപ്പൽ ഏതെങ്കിലും കാരണവശാൽ ചരിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറുകളും കപ്പലിലെ മാലിന്യങ്ങളും എല്ലാം
കപ്പലുകളെല്ലാം ഒഴുകി വരാനുള്ള സാധ്യത തെക്കൻ മേഖലയിലേക്കാണ്. അതായത് തൃശ്ശൂർ, കൊച്ചി, തിരുവനന്തപുരം ഉൾപ്പെടെ പ്രദേശങ്ങൾക്ക് ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരദേശവാസികൾക്കും മറ്റുമായൊക്കെ ചില നിർദ്ദേശങ്ങൾ നൽകേണ്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ആ നിർദ്ദേശങ്ങൾ ഉടനെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. കാരണം കേന്ദ്ര കപ്പൽ മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ യോഗം ചേർന്നിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളും മാരിടൈം ബോർഡിൻ്റെ പ്രതിനിധികളും എല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കുചേർന്നിരുന്നു. മാത്രവുമല്ല, നേരത്തെ മാരിടൈം ബോർഡും ഇത്തരത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരു കൂട്ടായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കപ്പൽ ഇനി കൂടുതൽ തീയണച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു പക്ഷേ കപ്പൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിക്കുള്ള ഒരു സാധ്യതകൾ കൂടി കണക്കാക്കപ്പെടുന്നു. കാരണം അത്രയധികം സ്ഫോടന വസ്തുക്കളാണ്, വിഷവസ്തുക്കളെല്ലാം തന്നെ ഉള്ള ഭാഗത്തേക്ക് തീ എത്തിത്തുടങ്ങിയെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം ഒരു സ്ഥലത്ത് മുൻവശത്ത് വലിയ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന തീ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടെങ്കിലും കപ്പലിൻ്റെ ഇരുഭാഗങ്ങളിലും ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ വെള്ളം ചീറ്റി തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. MS. ശരി, ഡി ബിനോയ്.